പിന്നീട് ഇതാ ഇതുപോലൊരു കളർഫുൾ ബാഗും ടീച്ചർ എടുത്ത് വെക്കുക. ഓക്കെ. റൗണ്ട് റൗണ്ട് ലൈക്ക് എ ബോൾ റോളിംഗ് ഫാസ്റ്റ് ആൻഡ് നെവർ ഫോൾ ലോങ് ലോങ് ലൈക്ക് എ സ്റ്റിക്ക് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ഓർ മൂവിങ് ക്വിക്ക്. ഇതിനിടെ ഒരു ടീച്ചർ കമന്റ് ബോക്സിൽ റൗണ്ടും ലോങ്ങും ഷേപ്സിന്റെ ഡെമോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ടീച്ചർക്ക് ഇരുന്നു കൊണ്ട് ഡെമോ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് മാത്രമാണ് ടീച്ചർക്ക് ഡെമോ ക്ലാസ് എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടീച്ചർ ഇതുപോലെ ചെയറിൽ ഇരുന്നിട്ടുണ്ടാവണം. അതുപോലെ മുന്നിൽ ഇതുപോലൊരു ടേബിളും ഉണ്ടായിരിക്കണം. പിന്നീട് ഇതുപോലൊരു കളർഫുൾ ബാഗും ടീച്ചർ എടുത്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുക, ഹാവ് യു സീൻ ദിസ് ബാഗ്? ഗസ് വാട്ട്? Children, two best friends are living inside it. They love each other so much. They play, they talk, they never fight. But they look so different from each other. അതായത് ഇതിനകത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ ഉരുണ്ട് പോകും. മറ്റേ ഫ്രണ്ട് ഉണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ആണ്. ലെറ്റ് us open and meet the first friend. ഓക്കെ. ഇനി ടീച്ചർ ബാഗിൽ നിന്നും ആദ്യത്തെ ഫ്രണ്ടായ ബോളിനെ ഒന്ന് പുറത്തെടുക്കുക. എന്നിട്ട് മെല്ലെ ടേബിളിന്റെ മുകളിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യിപ്പിക്കുക. കുട്ടികൾ ഇതെന്താ ചെയ്യുന്നത്? യെസ്, റോളിംഗ്. അപ്പൊ ഇതാണ് നമ്മുടെ റൗണ്ട് ഫ്രണ്ട്. ഓൾ ഓഫ് യു സേ റൗണ്ട്. കുട്ടികളെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രണ്ടിനെ പുറത്തേക്ക് എടുത്താലോ? ഓക്കെ. നമ്മുടെ രണ്ടാമത്തെ ഫ്രണ്ട് വരുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആണ്. നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ക്യാൻ യു സേ? യെസ്, പെൻസിൽ. ഇതാണ് നമ്മുടെ ലോങ് ഫ്രണ്ട്. ഓൾ ഓഫ് യു സേ ലോങ്. ബോൾ, റൗണ്ട് ഫ്രണ്ട്. പെൻസിൽ, ലോങ് ഫ്രണ്ട്. ഓക്കെ. അപ്പൊ കുട്ടികളെ, നമുക്ക് ഇനി ഒരു ഗെയിം കളിച്ചാലോ? Let us find out which are round and which are long. Okay. അപ്പൊ ടീച്ചർ നേരത്തെ തന്നെ കുറച്ച് ലോങ് ഷേപ്പിലുള്ളതും അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. അതായത് ബനാന, കോയിൻ, ബോൾ, ഡസ്റ്റർ, സ്കെയിൽ, പെൻസിൽ, പെൻ, അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഇത് ഓരോന്നും എടുത്ത് കാണിച്ച് ലോങ് ആണോ റൗണ്ട് ആണോ എന്ന് കുട്ടികളോട് ചോദിക്കുക. അപ്പൊ കുട്ടികൾ ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചക്രം അല്ലെ, വീല് കണ്ടിട്ടില്ലേ നിങ്ങള്? അതിന്റെ ഷേപ്പ് ആണല്ലേ റൗണ്ട് ഷേപ്പ്. അതായത് ബോൾ, കോയിൻ, പ്ലേറ്റ് എക്സെട്ര. ഇനി ലോങ് എന്ന് പറയുന്നതോ നീണ്ടിട്ടുള്ളത് അല്ലെ, നീളത്തിലുള്ളത്. പെൻസിൽ, സ്കെയിൽ, സ്റ്റിക്ക് എക്സെട്ര. കുട്ടികളെ, ഇനി നമുക്കൊരു സോങ് പാടിയാലോ? റൗണ്ട് റൗണ്ട് ലൈക്ക് എ ബോൾ റോളിംഗ് ഫാസ്റ്റ് ആൻഡ് നെവർ ഫോൾ ലോങ് ലോങ് ലൈക്ക് എ സ്റ്റിക്ക് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ഓർ മൂവിങ് ക്വിക്ക്. ഇനി ടീച്ചർ നേരത്തെ മുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചാർട്ട് പേപ്പർ, അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചാർട്ട് പേപ്പറും ലോങ് ഷേപ്പിലുള്ള ഒരു ചാർട്ട് പേപ്പറും റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒന്നോ രണ്ടോ കുട്ടികളെ ടേബിളിനടുത്തേക്ക് വിളിച്ചിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ചാർട്ടിലും അതുപോലെ ലോങ് ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ലോങ് ഷേപ്പിലുള്ള ചാർട്ടിലും വെക്കാൻ വേണ്ടി പറയുക. ഈ ഒരു ആക്ടിവിറ്റി കുറച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കഴിയും, പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും സമയം എടുക്കും. ഇനി റീക്യാപ്പ് ക്വസ്റ്റ്യൻസ്. ഈസ് എ കോയിൻ റൗണ്ട് ഓർ ലോങ്? ഈസ് എ ബനാന റൗണ്ട് ഓർ ലോങ്? വിച്ച് ഈസ് ലോങ്, എ പെൻസിൽ ഓർ എ ബോൾ? ഇതിന് ആൻസർ പറയാൻ നിങ്ങൾ കുറച്ച് സമയം കുട്ടികൾക്ക് കൊടുക്കുക. ഇനി നിങ്ങൾ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുക. നിങ്ങൾ കുട്ടികളോട് പറയാ, കുട്ടികളെ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ലോങ് ഒബ്ജക്ട്സും റൗണ്ട് ഒബ്ജക്ട്സും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നാളെ വന്ന് ക്ലാസ്സിൽ ടീച്ചറോട് പറയണം കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. പിന്നെ ടീച്ചർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വർക്ക്ഷീറ്റ് കൂടി കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ റൗണ്ടും ലോങ്ങും കുട്ടികളെ പഠിപ്പിക്കുക. റൗണ്ടും ലോങ്ങും ഒക്കെ പഠിപ്പിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയെന്ന് മാത്രം.
അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.